ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ അറിയാലോ, വയനാട്ടിൽ നടന്ന ദുരന്തമൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം നമുക്ക് അവരെ സഹായിക്കാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ നിധിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക്, ജനങ്ങൾക്ക് തന്നെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ മുക്കിപ്പോവും, മന്ത്രിമാരെ എടുക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ട് കേട്ടോ. ഒരുപാട് ജനങ്ങൾക്ക് അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള ഒരു ഉത്തരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാം, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പം എന്തായാലും ആ ഒരു വീഡിയോ, ഞാൻ കണ്ടിട്ടുള്ള ആ വീഡിയോ എന്തായാലും നമ്മുടെ വീഡിയോയുടെ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഓക്കെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ്. ആരും കാശ് കൊടുക്കരുത്, ആ പണം വകമാറ്റും. ഇത് നിങ്ങളും കേട്ടിട്ടില്ലേ? വിശ്വസിക്കരുത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന രേഖയുള്ളതാണ്. ബാങ്ക് വഴിയാണ് ഇടപാട്. ആദായ നികുതി ഇളവിന് അർഹമാണ്. ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് അക്കൗണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം നയാ പൈസ ചെലവാക്കാനാവില്ല. റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യം ചെയ്യുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ ഈ ഫണ്ടിന്റെ എല്ലാ കണക്കുകളും നമുക്കറിയാം. പൂർണ്ണമായും CAG ഓഡിറ്റിന് വിധേയമാണ്. ക്രമക്കേടുണ്ടായാൽ CAG റിപ്പോർട്ടിൽ വരും. നിയമസഭയിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തീർത്തും സുതാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആപത്ത് വന്നാൽ സഹായിക്കാൻ നമ്മളെയുള്ളൂ. ആ സഹായം അവരിലേക്ക് എത്താനുള്ള ഏറ്റവും സുരക്ഷിത മാർഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. പ്രളയം അടക്കമുള്ള ദുരന്തങ്ങൾ നമ്മെ തകർത്തെറിഞ്ഞപ്പോൾ കേരളം തിരിച്ചു വന്നത് ഇതിലൂടെയാണ്. അത് മറക്കരുത്. എല്ലാവരും നമ്മളാൽ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. ബൈ ബൈ.